നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. രാവിലെ തന്നെ കടയിലൊക്കെ പോയി മെറ്റീരിയലെല്ലാം പർച്ചേസ് ചെയ്തു. അങ്ങനെ വർക്ക് സൈറ്റിലെത്തിയിട്ട് ഇത് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഹാൻഡ് റെയിൽ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ടോപ്പിൽ നിന്നാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ഒരു ഭാഗം ഭിത്തിയെ പിടിപ്പിച്ച് കുറച്ച് ബലത്തെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്വയറിൻ്റെ മാസ്റ്റർ പില്ലറുമാണ് നമ്മൾ യൂസ് ചെയ്തത്. സ്ക്വയറും തടി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ആ മാസ്റ്റർ പില്ലറ് തടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആ ബേസ് കപ്പ് വെച്ച് വരച്ചിട്ട് നമുക്ക് ആ ടൈൽ കട്ട് ചെയ്യാം. മാസ്റ്റർ പില്ലർ കൊടുക്കേണ്ട ടൈൽ കട്ട് ചെയ്യാം. അത് സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് എന്നിട്ടിങ്ങനെ ടൈൽ കട്ടർ വെച്ച് കട്ട് ചെയ്തെടുത്ത് നമുക്ക് അത് ഔട്ടാകാത്ത വിധം എന്ന് വെച്ചാൽ ബേസ് കപ്പിൻ്റെ ഔട്ടിൽ പുറത്തോട്ട് പോകാത്ത വിധം സൂക്ഷിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ കേട്ടോ. ഗ്രാനൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. നല്ല 1 ഇഞ്ച് തിക്നെസ് ഉള്ള ഗ്രാനൈറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ളൊരു ഗ്രാനൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു. അത് കട്ട് ചെയ്ത് തന്നെ ഇങ്ങനെ ക്രോസും കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തൂടെ മണ്ണെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആദ്യം മാസ്റ്റർ പില്ലർ സെറ്റ് ചെയ്യാം കേട്ടോ. അതിങ്ങനെ കറക്റ്റായിട്ട് മണ്ണൊക്കെ എല്ലാം എടുത്ത് കളഞ്ഞ് നമ്മൾ ടൈൽ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം സൂക്ഷിച്ച് വളരെ സാവകാശത്തിൽ ചെയ്തു. ഇപ്പോൾ ഇച്ചിരി ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുക, വീഡിയോയുടെ ഇച്ചിരി ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടേക്കുക. അപ്പോൾ എന്നിട്ടിങ്ങനെ ചെയ്തു. അതിൻ്റെ മാസ്റ്റർ പില്ലറാണ് ഫസ്റ്റ് മാസ്റ്റർ പില്ലർ ഞങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ. ഇങ്ങനെയാണ് സെറ്റ്. ആ സൈഡ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് സിമെൻറ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് ലാസ്റ്റ് ഒഴിക്കണം. എങ്കിൽ ആ മാസ്റ്റർ പില്ലർ ബലത്തെ നിൽക്കത്തുള്ളൂ. ബേസ് കപ്പെല്ലാം അതിലിങ്ങനെ കയറ്റിയിട്ടതിന് ശേഷം നമുക്ക് പല രീതിയിൽ കൺസീൽഡ് എന്ന് പറഞ്ഞ ഇതുണ്ട്. നിരപ്പേ കിടക്കുന്ന ഒരു ബേസ് കപ്പുണ്ട്. ഇത് സ്റ്റെപ്പായിട്ടുള്ള ഒരു ബേസ് കപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂബാണ് മെയിൻ റെയിലായിട്ടും. അതിൻ്റെ താഴെയായിട്ട് 1:2 സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് മാസ്റ്റർ പില്ലർ സെറ്റ് ചെയ്തു. രണ്ടാമത്തേത് സെറ്റ് ചെയ്യാൻ പോന്നു. ഇവിടെയാണ് രണ്ടാമത്തെ വരുന്നത്. നമുക്കത് കുറച്ചുകൂടെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ സ്പേസ് കുറയുന്നത് കൊണ്ടാണ് ഞാൻ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആ മാസ്റ്റർ പില്ലർ ഇട്ടത്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത് കേട്ടോ. അത് അകത്തും വരയ്ക്കണം, പുറത്തും വരയ്ക്കണം. പുറത്തെ വര അത് ഔട്ടാകാതിരിക്കാനുള്ളതും അകത്തേത് നമുക്ക് കട്ട് ചെയ്യേണ്ടതുമാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അത് സിമെൻറ്റ് ഉണ്ടായിരുന്നു, സിമെൻറ്റെല്ലാം എടുത്ത് കളഞ്ഞ് ഇത് താഴോട്ടുണ്ട്. ഏകദേശം 3 നില വീടാണ് കേട്ടോ ഇത്. അതുകൊണ്ട് താഴേന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ മാസ്റ്റർ പില്ലർ എടുത്തിട്ട് ഇവിടെയാണ് ഇനി നമുക്ക് ഫസ്റ്റ് 2 ഇഞ്ചിൻ്റെ ട്യൂബ് കൊടുക്കാം. ഇവിടെ നമുക്ക് ആ ഒരു പ്ലേറ്റിൽ SS-ൻ്റെ പ്ലേറ്റ്, റൗണ്ട് പ്ലേറ്റിൽ നമുക്ക് ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ബോൾട്ട് അടിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത്. നമുക്ക് കുഴിച്ചകത്ത് കയറ്റുന്നതിനെക്കാട്ടിലും ഭിത്തി തുറന്ന് അകത്ത് കയറ്റുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് അതേ വെച്ച് അത് ടൈറ്റ് ചെയ്തതിന് ശേഷം അതേ വെച്ച് നമുക്ക് ഈ 2 ഇഞ്ചിൻ്റെ പൈപ്പ് വെൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. വർക്ക് ഇച്ചിരി കുറച്ചുകൂടെ കാണാനും ചെയ്യാനും ഒരു ഭംഗിയുണ്ട്. ഭിത്തിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ അതൊരു ഒരു അഭംഗി വിട്ട് തോന്നും. കാണത്തില്ല എങ്കിലും അത് നമുക്ക് ചെയ്യുവാനേൽ ഒരു അഭംഗി വിട്ട് വരും. ഇങ്ങനെ ബോൾട്ട് അടിച്ചിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായി. ഇത് രണ്ടാമത്തെ താഴോട്ടുള്ള സെക്ഷനാണ്. നമ്മുടെ മാസ്റ്റർ പില്ലർ ചേർന്ന് വരുന്നിടത്ത് നമുക്ക് പിന്നീട് പോളിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ ബെൻഡൊക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ പോളിഷ് ചെയ്ത് എടുത്തതിന് ശേഷം അത് ചെയ്തത് കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്തു. ആ മാസ്റ്റർ പില്ലർ ചേർന്ന് വരുന്നിടത്ത് പിന്നീട് പോളിഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. താഴോട്ടുള്ള എല്ലാ സെക്ഷനും എല്ലാം മെയിൻ റെയിലെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി അടുത്തത് ചെയ്യേണ്ടത് 1 ഇഞ്ചിൻ്റെ 1.25 ഇഞ്ചിൻ്റെ വെർട്ടിക്കൽ കൊടുക്കണ്ട. ഞാനത് കാണിച്ചില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആ മാസ്റ്ററിലേക്ക് വരുന്നിടത്ത് പോളിഷ് ചെയ്താകട്ടെ. ഇനി 1.25 പൈപ്പ് കൊടുക്കണം കേട്ടോ. അത് ഞങ്ങൾ ചെയ്തത് 1 ഇഞ്ചിൻ്റെ പൈപ്പ് 1.25 ഗോർബിറ്റ് അടിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു റൗണ്ട് പൈപ്പ് ഇടും. എന്നിട്ട് ആ റൗണ്ട് പൈപ്പിലായിരിക്കും നമ്മൾ 1.25 സ്ക്വയർ ട്യൂബ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് സ്ക്വയർ കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ 1.25. അപ്പം 1.25 റൗണ്ട് പൈപ്പ് കോർബിറ്റ് അടിച്ചുകൊണ്ട് അതിൽ കോർബിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ പൈപ്പ് വെച്ചിട്ട് ഈ പൈപ്പാണ് 1.25 പൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്തോട്ട് നമുക്ക് ആ 1.25 പൈപ്പ് റൗണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഞാനൊന്ന് കാണിക്കാം. എന്നിങ്ങനെ താഴോട്ട് വന്ന് നമുക്ക് സെറ്റ് ചെയ്യണം. ആ ഡിഗ്രി എല്ലാം കറക്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്തത്. എന്നിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ലെവൽ വെച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ 1 ഇഞ്ച് 1.25 ട്യൂബ് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ആ ലെവൽ വരും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ 5 ലൈനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് വരുന്ന ഒരു വർക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. ഇനി നമുക്ക് ഇടയ്ക്ക് ഗ്ലാസ് വരത്തക്ക വിധത്തിൽ ആണ് സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അടിച്ച് 1.25 ഈ എൻഡിൽ ബോളാണ് വരുന്നത് കേട്ടോ. അതിന് നമുക്ക് യൂസ് ചെയ്യുന്നത് 1.5
ഞാൻ നേരത്തെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ പൈപ്പ് സെറ്റ് ചെയ്തത് 1 ഇഞ്ചിൻ്റെ എൻഡിലായിട്ട് 1.25 എൻഡിലായിട്ട് വെച്ചാണ്, ചെറിയ റൗണ്ട് പൈപ്പ് സെറ്റ് ചെയ്തിട്ടാണ് ആ സ്ക്വയറിൻ്റെ പൈപ്പ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വേഗം നമുക്ക് സെറ്റിങ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലൈൻ അടിക്കേണ്ട പറയുകയാണ്. ഇങ്ങനെ മെയിൻ ലൈനെല്ലാം അടിച്ചതെന്ന് വെച്ചാൽ നമുക്കവിടെ ഗ്ലാസ് ഇടേണ്ടത് കൊണ്ടാണ് താഴെ മണ്ടയ്ക്ക് ആ അളവ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അടിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം കൊടുത്തു, പൈപ്പെല്ലാം കൊടുത്തു, സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് വെൽഡിങ് ആണ് കേട്ടോ. വെൽഡിങ് നമ്മൾ ഇങ്ങനെ വെൽഡ് ചെയ്ത് ടിഗ് വെൽഡിങ് ആണ് ചെയ്യുന്നത്. മാക്സിമം ടിഗ് വെൽഡിങ് ചെയ്യാൻ നോക്കുക. നമുക്ക് സെറ്റിങ് 3 പേരുണ്ടെങ്കിൽ ഓക്കെയാണ്. ആർക്ക് വെൽഡിങ് ടിഗ് വെൽഡിങ് ചെയ്യാം. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ 2 പേരുള്ളത് കൊണ്ട് സെറ്റിംഗ് എല്ലാം ഞങ്ങൾ ആർക്ക് ചെയ്തിട്ട് അത് വളരെ ചെറിയൊരു സ്പോട്ട് ചെയ്തതാണ് ആർക്ക് വെൽഡിങ് ചെയ്തത്, ഈ സെറ്റിംഗ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് വേഗം നമുക്ക് ചെയ്ത് മാറാം. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് ടിഗ് വെൽഡ് ചെയ്യും. ടിഗ് വെൽഡ് ചെയ്ത് ഇങ്ങനെ ടിഗ് വെൽഡ് ചെയ്തെല്ലാം ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ജോയിൻറ്റ് ഒരുപാട് ഗ്രൈൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കും കേട്ടോ. അപ്പോൾ ആ വെൽഡിങ്ങിൻ്റെ 2 സൈഡിൽ വെട്ടും. ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ ടിഗ് വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇത്ര ഏരിയ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ വെൽഡിങ്ങെ മാത്രം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. നമുക്ക് അനാവശ്യമായിട്ട് സൈഡിലോട്ടൊന്നും ഗ്രൈൻഡ് ചെയ്യാതെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഗ്രൈൻഡ് ചെയ്തിട്ട് ഇനി പോളിഷിംഗ് ഉണ്ട്. അല്ല ഇങ്ങനെ ഈ ആ വെൽഡിങ് വരുന്നിടത്ത് മാത്രം നമ്മൾ പേപ്പർ ഒട്ടിച്ച് അത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അനാവശ്യമായിട്ട് നമുക്ക് ട്യൂബയിലോട്ട് പോളിഷിങ് ഗ്രൈൻഡിങ്ങിൻ്റെ പാടുകളൊന്നും വീഴാതെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചിലർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരിക്കും, ഡയറക്റ്റ് ചെയ്ത് മാറാം. എനിക്ക് തോന്നിയ ഒരു ഐഡിയയാണ്, പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് കരുതി. പക്ഷേ അത് വിജയിച്ചു കേട്ടോ. ഇങ്ങനെ അടുത്തതാണ് ഈ മാറ്റ് വീൽ എന്ന് പറയുന്നത്, റെഡ് കളർ വീല്. അത് 6 അരയുടെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ആ റെഡ് കളർ വീലിട്ട് പിടിച്ചതിന് ശേഷം ക്ലോത്ത് വീല്. അപ്പോൾ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്യുന്നത് ആദ്യം 120ൻ്റെ ഫ്ലാപ്പ് ഡിസ്ക് ഗ്രൈൻഡിങ് വീൽ, ഒരു ഫ്ലാപ്പ് ഡിസ്ക് എന്ന് പറയും, ഒരു സാൻഡ് പേപ്പറിൻ്റെ വീല് ഉള്ള 120ൻ്റെ വീലാണ് ആദ്യം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് 240ൻ്റെ വീലിടും. അത് കഴിഞ്ഞിട്ട് 320ൻ്റെ വീലിടും. അതിന് ശേഷമാണ് നമുക്ക് ഈ 6 അരയുടെ വീലിട്ട് പിടിക്കുന്നത്. അങ്ങനെ ഏകദേശം പോളിഷിങ് എല്ലാം കഴിയാറാകുന്നു. ക്ലോത്ത് വീലിട്ട് പിടിക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. വെൽഡിങ് ജോയിൻ്റ് എല്ലാം അടിപൊളിയായിട്ട് ഞങ്ങൾ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ബോളെല്ലാം സെറ്റ് ചെയ്ത് കണ്ടോ. എൻ്റെ ബോൾ കൊടുത്തിട്ടുണ്ടോ. ഈ ബോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 1 അരയുടെ ഹോളോ ബോളാണേ. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ബോൾ കൊടുത്തിരിക്കുന്ന അടുത്ത വീഡിയോ കാണാം. ഇപ്പോൾ ഈ വീഡിയോ തീർന്നു. അപ്പോൾ ഗ്ലാസ് ഇട്ടുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.